Hi students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് K2 2024 സ്കീം S4 മാത്സ് ഗ്രൂപ്പ് ബി ആൻഡ് സി മൊഡ്യൂൾ 4 ആണ്. ഇന്ന് നമ്മൾ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. റാൻഡം പ്രോസസ്സിലെ ആ സിലബസിലെ റാൻഡം പ്രോസസ്സ് തൊട്ടിട്ട് സ്റ്റേഷനാരിറ്റി വരെയുള്ള ടോപ്പിക്കിലെ പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Problems. First question. The process x of t whose probability distribution under certain condition is given by probability of x of t equal to n equal to 80 all raised to n minus 1 divided by 1 plus 80 all raised to n plus 1 where n varies from 1 to etc. equal to 80 by 1 plus 80 where n equal to 0 show that it is not stationary. ഇത് എക്സ് ഓഫ് ടി റാൻഡം പ്രോസസ്സ് ഡിഫൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് സ്റ്റേഷനറി പ്രോസസ്സ് അല്ല എന്ന് പ്രൂവ് ചെയ്യാണ് വേണ്ടത്. അതായത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഓഫ് ടി ഈക്വൽ ടു എൻ ക്വസ്റ്റ്യനിൽ തന്നത് അടുത്ത് എഴുതി ഇവിടെ വരെ. അത് കഴിഞ്ഞ് എന്നിന് ഒരു പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, എക്സ് ഓഫ് ടി ഈക്വൽ ടു എൻ ആണ്. എന്നിന്റെ വാല്യൂസ് 0 മുതൽ എക്സെട്ര ഇൻഫിനിറ്റി വരെ പോവാണ്. ഓരോ വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പി എൻ എന്താണെന്ന് എടുത്ത് എഴുതി. പി എൻ എന്നുള്ളത് എന്താണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എൻ 1 2 എക്സെട്ര ഉള്ളതിന് വാല്യൂസിന് ഈ എക്സ്പ്രഷനും എൻ ഈക്വൽ ടു 0ന് ഈ എക്സ്പ്രഷനുമാണ്. അപ്പോൾ എൻ ഈക്വൽ ടു 0ന് 80 ബൈ 1 പ്ലസ് 80, 1നെ 1 മൈനസ് 1 0, 1 പ്ലസ് 1 2, ദാറ്റ് ഈസ് 80 ഓൾ റേസ് ടു 0 1 ആണ്. 1 ബൈ 1 പ്ലസ് 80 ഓൾ റേസ് ടു 2 വരും. 80 ഓൾ റേസ് ടു n മൈനസ് 1 1 മൈനസ് 1, അതായത് 80 ഓൾ റേസ് ടു 0. 80 ഓൾ റേസ് ടു 0 എന്താണ്, 1 ആണ്. പിന്നെ എന്നിന് 2 കൊടുത്താൽ 80 ബൈ 1 പ്ലസ് 80 ഓൾ റേസ് ടു 3, 3 വന്ന 80 ഓൾ സ്ക്വയർ ബൈ 1 പ്ലസ് 80 ഓൾ റേസ് ടു 4 അങ്ങനെ വന്നു. ഇനി എക്സ്പെക്ടേഷൻ, അതായത് സ്റ്റേഷനറി പ്രോസസ്സ് അല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സ്റ്റേഷനറി പ്രോസസ്സ് ആണെങ്കിൽ mu എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും, വേരിയൻസും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ അത് കോൺസ്റ്റന്റ് ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ എക്സ്പെക്ടേഷൻ നോക്കുമ്പോൾ സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി n ഇൻറ്റു പി എൻ ആണ്. അപ്പോൾ n ഇൻറ്റു പി എന്ന് പറയുമ്പോൾ എന്ത് വരും, എന്നിന് 0 കൊടുത്താൽ 0 ഇൻറ്റു ഏത് വാല്യൂ വന്നാലും 0, അപ്പോൾ ആ ടൈം വേണ്ട. n ഈക്വൽ ടു 1 ആകുമ്പോൾ 1 ഇൻറ്റു പി 1, 1 ഇൻറ്റു പി 1 ആണ് 1 ഇൻറ്റു 1 ബൈ 1 പ്ലസ് 80 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 80 ബൈ 1 പ്ലസ് 80 ദ ഹോൾ ക്യൂബ് പ്ലസ് 3 ഇൻറ്റു 80 ദ ഹോൾ സ്ക്വയർ ബൈ 1 പ്ലസ് 80 ഓൾ റേസ് ടു 4 പ്ലസ് എക്സെട്ര. ഈ എക്സ്പ്രഷനിൽ 1 ബൈ 1 പ്ലസ് 80 ദ ഹോൾ സ്ക്വയർ കോമൺ ആണ്, അത് പുറത്തോട്ട് കൊണ്ടുവന്നു. ബാക്കി എന്തൊക്കെ വരും, 1 plus 280 by 1 plus 80 plus 380 square by 1 plus 80 all square plus etc. ഇവിടെ 80 by 1 plus 80ക്ക് നമ്മൾ ആൽഫ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ ആ എക്സ്പ്രഷനെ 1 plus 2 ആൽഫ plus 3 ആൽഫ സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് എഴുതാം. ഈ എക്സ്പ്രഷൻ ആക്ച്വലി ബൈനോമിയൽ സീരീസിൽ എന്തായിട്ടാണ് വരിക, 1 plus ആൽഫ ഓൾ റേസ് ടു -2 ആയിട്ടാണ് വരിക. അപ്പോൾ അത് നമുക്ക് എഴുതാം. 1 പ്ലസ് അല്ല, 1 മൈനസ് ആൽഫ ഓൾ റേസ് ടു -2 ആണ് ആ ബൈനോമിയൽ സീരീസ്. അതിൽ ആൽഫ എന്ന് പറയുന്നത് 80 ബൈ 1 പ്ലസ് 80 ആണ്. അപ്പോൾ ആൽഫയ്ക്ക് നമ്മൾ 80 ബൈ 1 പ്ലസ് 80 സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ ഈ എക്സ്പ്രഷൻ എന്തായി മാറും, 1 മൈനസ് 80 ബൈ 1 പ്ലസ് 80. എൽ സി എടുക്കുമ്പോൾ 1 പ്ലസ് 80 മൈനസ് 80 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 80. അപ്പോൾ 80യും 80യും ക്യാൻസൽ ആവും, 1 ബൈ 1 പ്ലസ് 80 വരും. 1 ബൈ 1 പ്ലസ് 80 എന്ന് പറയുന്നത് ഓൾ റേസ് ടു അപ്പോൾ 1 ബൈ 1 പ്ലസ് 80നെ എങ്ങനെ എഴുതാം, 1 പ്ലസ് 80 ഓൾ റേസ് ടു -1 എന്ന് എഴുതാം. ദെൻ അതേ റേസ് ടു -2 ആണ് നമ്മുടെ എക്സ്പ്രഷൻ ഇവിടെ. അപ്പോൾ ആ -2ഉം ഈ -1ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ +2 വരും. ഇതും ഇവിടെ കട്ടായി പോകും. അപ്പോൾ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് 1, അതൊരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ എക്സ്പെക്ടേഷൻ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ അത് ഈ കണ്ടീഷൻ പറയുന്നത് സ്റ്റേഷനറി പ്രോസസ്സ് ആണെന്നാണ്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യണം അത് നോട്ട് സ്റ്റേഷനറി ആണെന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വേരിയൻസ് എന്താണെന്ന് നോക്കുകയാണ്. വേരിയൻസിന്റെ ഇക്വേഷൻ എന്താണ്, വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേരിയൻസ് ഓഫ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഓഫ് ടി മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ദ ഹോൾ സ്ക്വയർ ആണ് വേരിയൻസ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി 1 ആണ് നമുക്ക് കിട്ടി. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഓഫ് ടി ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് കണ്ടുപിടിക്കാം. അതിന്റെ ഇക്വേഷൻ സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി n സ്ക്വയർ പി എൻ ആണ്. അപ്പോൾ n സ്ക്വയർ പി എൻ എന്ന് പറഞ്ഞത് എന്ത് വന്നു, 80 ഓൾ റേസ് ടു n മൈനസ് 1 ബൈ 1 പ്ലസ് 80 ഓൾ റേസ് ടു n പ്ലസ് 1. കാരണം n ഈക്വൽ ടു 0 ഈ പി എൻ്റെ വാല്യൂ വേറെ ആണെങ്കിലും n ഈക്വൽ ടു 0 എക്സ്പ്രഷനിൽ കൊടുത്താൽ 0ന്റെ സ്ക്വയർ 0 ഇൻറ്റു പി എൻ 0 തന്നെ.
അപ്പോൾ 0 to ഇൻഫിനിറ്റി എന്നുള്ളത് 1 to ഇൻഫിനിറ്റിയിലോട്ട് ചേഞ്ച് ചെയ്യും. 1 to ഇൻഫിനിറ്റിയിലെ പി എന്നിൻ്റെ എക്സ്പ്രഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 80 all raised to n minus 1 by 1 plus 80 all raised to n plus 1 ആണ്. ഇനി നമുക്കിത് ഓരോന്നും സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എൻ സ്ക്വയറിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യാണ്. എൻ സ്ക്വയറിനെ ഞാൻ n ഇൻറ്റു എൻ പ്ലസ് 1 ബൈ എൻ സ്ക്വയറിനെ എനിക്ക് എങ്ങനെ എഴുതാം? n ഇൻറ്റു എൻ പ്ലസ് 1 മൈനസ് n എന്ന് എഴുതാം. ഇത് സിംപ്ലിഫൈ ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ എൻ സ്ക്വയർ പ്ലസ് എൻ മൈനസ് എൻ ഇതും കട്ടായ എൻ സ്ക്വയർ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിനെ എൻ സ്ക്വയറിനെ എങ്ങനെ എഴുതാം? എൻ ഇൻറ്റു എൻ പ്ലസ് 1 മൈനസ് എൻ. ആ എൻ ഇൻറ്റു എൻ പ്ലസ് 1 ഫസ്റ്റത്തെ സമ്മേഷനിൽ കൊടുത്തു, ആ എൻ എന്നുള്ളത് അടുത്ത സമ്മേഷനിലും കൊടുത്തു. ഇനി n equal to 1 to infinity n into n plus 1 80 by 1 plus 80 all raised to n minus 1. ഇതെങ്ങനെ എക്സ്പാൻഡ് ചെയ്യും? അല്ലെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. സമ്മേഷൻ n equal to 1 to infinity n into n plus 1 x raised to n minus 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് 2 by 1 minus x all raised to 3 ആണ്. n equal to 1 to infinity n into n plus 1 x raised to n minus 1 2 by 1 minus x all raised to 3 ആണ്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 80 by 1 plus 80 ആണെന്നേ ഉള്ളൂ. അപ്പോൾ ഈ എക്സ്പ്രഷനിൽ ഈ എക്സ് വരുന്നിടത്ത് 80 by 1 plus 80 സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ മതി. ഇതുപോലെ n equal to 1 to infinity n into 80 by 1 plus 80 all raised to n minus 1 ആൻസർ 1 by 1 minus 80 by 1 plus 80 all raised to 2 ആണ്. അതായത് സമ്മേഷൻ n equal to 1 to infinity n into x raised to n minus 1 എന്ന് പറയുന്നത് എന്താണ്? 1 by 1 minus x all raised to 2 ആണ്. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 80 by 1 plus 80 ആണെന്ന് മാത്രം. ഇനി നമുക്ക് ഇവിടെ എൽ സി എടുക്കാം. ഡിനോമിനേറ്ററിൽ എൽ സി എടുത്താൽ 1 plus 80 minus 80 80 ക്യാൻസൽ ആയി പോവും. ഇവിടെയും 1 plus 80 minus 80 80 ക്യാൻസൽ ആയി പോവും. അപ്പോൾ 1 by 1 plus 80 ദ ഹോൾ ക്യൂബ് ഇവിടെ വരും. ഇവിടെ 1 by 1 plus 80 ദ ഹോൾ സ്ക്വയറും വരും. ഇത് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ അതിൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 1 by 1 plus 80 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 2 into 1 plus 80 ഹോൾ ക്യൂബ് മൈനസ് 1 plus 80 ദ ഹോൾ സ്ക്വയർ വരും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? 1 plus 80 ദ ഹോൾ സ്ക്വയർ കോമൺ ആയിട്ട് പുറത്തോട്ട് എടുക്കാം. അപ്പോൾ 1 plus 80 ദ ഹോൾ സ്ക്വയർ പുറത്തേക്ക് എടുത്താൽ ബാക്കി എന്തൊക്കെ വരും? 2 into 1 plus 80 minus 1 ഡിവൈഡഡ് ബൈ 1 plus 80 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഈ ടേമും കട്ടായി പോവും. ബാക്കി ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 2 plus 280 minus 1 ദാറ്റ് ഈസ് 2 minus 1 എന്താണ്? 1 plus 280 വരും. അതാണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഓഫ് ടി. ഈ അത് മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ദ ഹോൾ സ്ക്വയർ ആണ് വേരിയൻസ്. ദാറ്റ് ഈസ് 1 plus 280 minus 1. ഈ 1 കട്ടായി ബാക്കി 280 ആണ് വന്നത്. അപ്പോൾ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ഒരു സ്റ്റേഷനറി പ്രോസസ്സ് അല്ല. കാരണം വേരിയൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈം ടി. ഒരു കോൺസ്റ്റന്റ് അല്ല നമുക്ക് വേരിയൻസ് കിട്ടിയത്. അതുകൊണ്ട് ഗിവൺ പ്രോസസ് ഈസ് നോട്ട് സ്റ്റേഷനറി. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ എക്സ് ഓഫ് ടി ഒരു സ്റ്റേഷനറി പ്രോസസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നമുക്കറിയാം ഓട്ടോ കോറിലേഷൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി വൺ ഇൻറ്റു എക്സ് ഓഫ് ടി ടു ആണ്. അതെന്ന് പറയുന്നത് ടി വൺ മൈനസ് ടി ടുവിൻ്റെ ഫംഗ്ഷൻ ആയിരിക്കണം. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഓഫ് ടി ഒരു കോൺസ്റ്റന്റ് ആവും, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ഒരു കോൺസ്റ്റന്റ് ആവും. ഇത് രണ്ടും കോൺസ്റ്റന്റ് ആയി വന്നാൽ വേരിയൻസും ഒരു കോൺസ്റ്റന്റ് ആവും. കാരണം ഇത് മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ഹോൾ സ്ക്വയർ ആണ് വേരിയൻസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the fair coin experiment, we define the process x of t is as follows. X of t equal to sin pi t if head follows and 2t if tail shows. Find expectation of x of t and find f of x of t for t equal to 0.25. അപ്പോൾ ഫെയർ കോയിൻ എക്സ്പെരിമെന്റ് ആണ്. ഫെയർ കോയിൻ എക്സ്പെരിമെന്റിലെ എങ്ങനെയാ പറയുന്നത്? ഹെഡ് വരികയാണെങ്കിൽ എക്സ് ഓഫ് ടിയുടെ വാല്യൂ സൈൻ പൈ ടി ആണ്. ടെയിൽ വരികയാണെങ്കിൽ 2t ആണ്. ഹെഡ് വരാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 1/2. ഹെഡ് വരാനുള്ള പ്രോബബിലിറ്റി 1/2 ആണ്. ടെയിൽ വരാനുള്ള പ്രോബബിലിറ്റിയും 1/2 ആണ്.
അത് നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഓഫ് ടി ഈക്വൽ ടു ഹെഡ് വരിക എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് ടി ഈക്വൽ ടു സൈൻ പൈ ടി വരികയാണെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി 1/2 ആണ്. ടെയിൽ വരാനുള്ള പ്രോബിലിറ്റി ദാറ്റ് ഈസ് എക്സ് ഓഫ് ടി ഈക്വൽ ടു 2t വരാനുള്ള പ്രോബിലിറ്റി 1/2 ആണ്. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ രണ്ട് കേസും നമ്മൾ ആഡ് ചെയ്യുക. സമ്മേഷൻ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് എന്ന് പഠിച്ചിട്ടുണ്ട്. അതേ ഫോർമുലയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഇവിടെ സൈൻ പൈ ടി ആണ്. സൈൻ പൈ ടി ഇൻറ്റു അതിൻ്റെ പ്രോബബിലിറ്റി എന്താണ്? 1/2. മറ്റടുത്ത് എക്സ് എന്ന് പറയുന്നത് 2t ആണ്. പ്രോബബിലിറ്റി 1/2. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/2 സൈൻ പൈ ടി ഇൻ പ്ലസ് ടി, അതായത് ഈ 2ഉം ഈ 2ഉം കട്ടായി പോകും. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. നെക്സ്റ്റ് കാണേണ്ടത് ഫൈൻഡ് എഫ് ഓഫ് എക്സ് കോമ ടി ഫോർ ടി ഈക്വൽ ടു 0.25 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് കോമ ടി CDF ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടി ഈക്വൽ ടു 0.25 ആണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? സൈൻ പൈ ബൈ 4 ആണോ ഒരു കണ്ടീഷൻ. സൈൻ പൈ ബൈ 4 ആവാന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് സൈൻ പൈ ബൈ 4 ആവുന്നത്? നമ്മുടെ എക്സ് ഓഫ് ടി സൈൻ പൈ ടി ആണ്. ടി 0.25 എന്ന് പറഞ്ഞാൽ അത് 1/4 ഈക്വലന്റ് ആണ്. ദാറ്റ് ഈസ് സൈൻ പൈ ബൈ 4 വരും. സൈൻ പൈ ബൈ 4ന്റെ വാല്യൂ എന്താ? 1/√2. അപ്പോൾ 1/√2 വരാനുള്ള പ്രോബബിലിറ്റി 1/2 ആണ്. ഇനി എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് 2t എന്ന് പറഞ്ഞാൽ 2/4 ദാറ്റ് ഈസ് 1/2. അതിന്റെ പ്രോബബിലിറ്റി 1/2 വരാം. ഇനി CDF എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് ഇക്വേഷൻ? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഓഫ് 0.25 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. അതപ്പോൾ എക്സിന്റെ വാല്യൂസ് എവിടെ ഏതൊക്കെ വാല്യൂസ് ഉണ്ട്? 0 ഉണ്ട്, 1/2 ഉണ്ട്, 1/√2. അതായത് രണ്ട് വാല്യൂസ് ആണുള്ളത്. 1/2 ഉണ്ട്, 1/√2 ഉണ്ട്, 0. അപ്പോൾ എക്സിന്റെ വാല്യൂ ലെസ് ദാൻ 1/2 എന്നുള്ള കണ്ടീഷൻ വരും. ലെസ് ദാൻ 1/2. ഇവിടെ നമുക്ക് അതിന്റെ വാല്യൂ എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ല. അപ്പോൾ 1/2 ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ അവിടെ നമുക്ക് അങ്ങനെ ഒരു പ്രോബബിലിറ്റി ഇതിലില്ല. അത് 0 ആണ്. ഇനി 1/2ന്റെയും 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1/√2. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1/√2 ഇല്ല. ഇത് ഞാൻ വരയ്ക്കണേ ശരിക്കും. അപ്പൊ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അതായത് 1/2 ഇൻക്ലൂഡഡ് ആണ്, 1/2 ഇൻക്ലൂഡഡ് ആണ്, 1/√2 ഇൻക്ലൂഡഡ് അല്ല, എക്സ്ക്ലൂഡഡ് ആണ്. അതിന്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ വരികയാണെങ്കിൽ അതിന്റെ CDF എന്താണ്? ഈ 1/2ന്റെ പ്രോബിലിറ്റി മാത്രമേ അതിൽ വരുള്ളൂ. ദാറ്റ് ഈസ് അത് 1/2 അല്ല. എക്സ് ഓഫ് ടി ഈക്വൽ ടു 1/2 ആവാനുള്ള പ്രോബിലിറ്റി 1/2 ആണ്. അപ്പോൾ അത് 1/2 ആണ്. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/√2. 1/√2 കഴിഞ്ഞ് പോകാം എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ. അതപ്പോൾ രണ്ട് വാല്യൂസ് ഇൻക്ലൂഡഡ് ആണ്. 1/2ന്റെ വാല്യൂവും 1/2ന്റെ വാല്യൂം ഇൻക്ലൂഡഡ് ആണ്. അതിന്റെ അപ്പോൾ ഇത് 1/2 പ്ലസ് 1/√2ന്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി 1/2. അപ്പോൾ രണ്ടും ആഡ് ചെയ്യുമ്പോൾ 1 വരും. ഓക്കെ, ഇതാണ് CDF. നെക്സ്റ്റ് പ്രോബ്ലം. If x of t is a wide-descent stationary process with autocorrelation r of 2 equal to a e raised to minus alpha tau, determine the second order moment of the random variable x of 8 minus x of 5. അപ്പോൾ എന്താ തന്നിട്ടുള്ളത്? എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് വൈഡ്-ഡിസ്റ്റൻസ് സ്റ്റേഷനറി പ്രോസസ് ആണ്. അതിന്റെ ഓട്ടോ കോറിലേഷൻ തന്നിട്ടുണ്ട് ആ പ്രോസസ്സിന്റെ. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഓർഡർ മൊമെന്റ് ഈ റാൻഡം വേരിയബിൾ ഈ എക്സ് ഓഫ് 8 മൈനസ് എക്സ് ഓഫ് 5ന്റെ സെക്കൻഡ് ഓർഡർ മൊമെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വൈഡ്-ഡിസ്റ്റൻസ് സ്റ്റേഷനറി പ്രോസസ് ആവുക എന്ന് പറയുന്ന മീനിങ് എന്താണ്? ഓട്ടോ കോറിലേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ടൈം ഡിഫറൻസ്. അതുപോലെ എക്സ്പെക്ടേഷൻ മ്യൂ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. നോക്കാം. അതായത് സെക്കൻഡ് മൊമെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് ഓഫ് 8 മൈനസ് എക്സ് ഓഫ് 5ന്റെ സെക്കൻഡ് മൊമെന്റ്. അപ്പോൾ അതിന്റെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് 8 മൈനസ് എക്സ് ഓഫ് 5 ദ ഹോൾ സ്ക്വയർ ആണ് എഴുതേണ്ടത്. അപ്പോൾ a മൈനസ് ബി ഹോൾ സ്ക്വയർ വെച്ച് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab എന്ന് എഴുതാം. അതായത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഓഫ് 8 പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഓഫ് 5 മൈനസ് 2 ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് 8 ഇൻറ്റു എക്സ് ഓഫ് 5. അപ്പോൾ ആർ ഓഫ് ടോ തന്നിട്ടുണ്ട് a e raised to മൈനസ് ആൽഫ ടോ ആണെന്ന്. അപ്പോൾ ആർ ഓഫ് t1, t2 എന്ന് പറഞ്ഞാൽ a e raised to മൈനസ് ആൽഫ t1 മൈനസ് t2. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഓഫ് ടി ആണെങ്കിൽ എന്ത് വരും? ആർ ഓഫ് ടി, ടി. അതായത് ഈ എക്സ്പ്രഷനിൽ അത് കൊടുക്കുമ്പോൾ a e raised to മൈനസ് ആൽഫ ടി മൈനസ് ടി മൈനസ് 0 e raised to 0 1 ആയിപ്പോ. ഇത് മൊത്തം 1 ആയിപ്പോ. 1 ഇൻറ്റു a. ഇനി എക്സ് സ്ക്വയർ ഓഫ് 8 എന്ന് പറഞ്ഞാൽ എന്ത് വരും? അതും എക്സ് സ്ക്വയർ ഓഫ് 5ഉം അതൊക്കെ ടി ഒരൊറ്റ വാല്യൂ വന്നു കഴിഞ്ഞാൽ ടൈം സെയിം ആണ്.
എക്സ് സ്ക്വയർ ഓഫ് 8ഉം എക്സ് സ്ക്വയർ ഓഫ് 5 വന്നാൽ അതിൻ്റെ വാല്യൂ എ തന്നെയാവും. എക്സ് ഓഫ് 8ഉം എക്സ് ഓഫ് 5ഉം വന്നാൽ എന്ത് വരും? 8 അപ്പോൾ ഈ ഇക്വേഷനിൽ എ ഇ റേസ് ടു മൈനസ് ആൽഫ 8 മൈനസ് 5 ഇതെന്താ? എ ഇ റേസ് ടു മൈനസ് 3 ആൽഫ. അപ്പോൾ ഈ കിട്ടിയ ഈ റിസൾട്ട് മുഴുവൻ ഈ 3 ഇക്വേഷനും ഇത് ഫസ്റ്റത്തെ ഈ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുക. അപ്പോൾ എന്ത് വരും? എ പ്ലസ് മൈനസ് 2a റേസ് ടു മൈനസ് 3 ആൽഫ. എ പ്ലസ് എ 2a മൈനസ് 2a റേസ് ടു മൈനസ് 3 ആൽഫ. 2a കോമൺ ആണ്, അത് ഔട്ട് സൈഡ് എടുത്തു. 2a ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് 3 ആൽഫയാണ് കറക്റ്റ് ആൻസർ. Given a random variable omega with the density f of omega and another random variable 5 with uniformly distributed in minus pi to pi and independent of omega, x of t equal to a cos omega t plus 5. Prove that x of t is a wide sense stationary process. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എക്സ് ഓഫ് ടി റാൻഡം പ്രോസസ് എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എ കോസ് ഒമേഗ ടി പ്ലസ് 5 ആണ്. അതിൽ വരുന്ന രണ്ട് റാൻഡം വേരിയബിൾ ആണ് ഒമേഗയും 5ഉം. ഇതിൽ ഒമേഗ എന്ന് പറയുന്നതിന്റെ ഡെൻസിറ്റി എഫ് ഓഫ് ഒമേഗയാണ്. 5 എങ്ങനെയാണ്? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ മൈനസ് പൈ ടു പൈ ആണ്. അതുപോലെ ഒമേഗയും 5ഉം ഇൻഡിപെൻഡന്റ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വൈഡ് സെൻസ് സ്റ്റേഷനറി പ്രോസസ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ പ്രൂവ് ചെയ്യണം? എക്സ്പെക്ടേഷൻ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കണം. ഓട്ടോ കോറിലേഷൻ ടൈം ഡിഫറൻസിന്റെ ഫംഗ്ഷൻ ആയിരിക്കണം. T1 മൈനസ് T2ന്റെ ഫംഗ്ഷൻ ആയിരിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് എക്സ്പെക്ടേഷൻ കോൺസ്റ്റന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇപ്പൊ നോക്കൂ, ഇത് ശ്രദ്ധിക്കുക, രണ്ട് വേരിയബിൾസ് ഉണ്ട് ഇതിൽ. രണ്ട് റാൻഡം വേരിയബിൾസ് ആണുള്ളത്, ഒമേഗയും 5ഉം. അങ്ങനെയുള്ള ഫംഗ്ഷന്റെ എക്സ്പെക്ടേഷൻ കാണുക എങ്ങനെയാണ്? ഓരോന്നായിട്ട്. ആദ്യം എക്സ്പെക്ടേഷൻ ഓഫ് ജി ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് ജി ഓഫ് എക്സ് കോമ വൈ ഗിവൻ എക്സ്. ആദ്യം ഒരു വേരിയബിൾ വെച്ചിട്ടുള്ള എക്സ്പെക്ടേഷൻ കാണും. ആ ഇന്നർ എക്സ്പെക്ടേഷന്റെ വാല്യൂ കണ്ടിട്ട് ആ റിസൾട്ടിനെ ഒന്നും കൂടി എക്സ്പെക്ടേഷൻ കാണും. അപ്പോൾ അതായത് ഇപ്പോൾ ഈ കേസിൽ ജി ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്നത് എന്താണ്? എ കോസ് ഒമേഗ ടി പ്ലസ് 5 ആണ്. അതിൽ എ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ എ കോൺസ്റ്റന്റ് ആയി അതിന്റെ എക്സ്പെക്ടേഷന്റെ കേസിൽ പ്രോപ്പർട്ടി വെച്ചിട്ട് പുറത്തോട്ട് എടുക്കാം. എ ഇൻറ്റു ഇപ്പോൾ രണ്ട് റാൻഡം വേരിയബിൾ ഉണ്ട്, ഒമേഗയും 5ഉം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിനെ രണ്ട് എക്സ്പെക്ടേഷൻ ആയിട്ട് എഴുതി. എക്സ്പെക്ടേഷൻ കോസ് ഒമേഗ ടി പ്ലസ് 5 ഗിവൻ ഒമേഗ. അപ്പോൾ ആദ്യം നമ്മൾ 5 വെച്ചിട്ടുള്ള എക്സ്പെക്ടേഷൻ, ഇന്നർ എക്സ്പെക്ടേഷൻ കാണുകയാണ്. അതിനായിട്ട് ഇത് കോസ് എ പ്ലസ് ബി ഫോമിലാണ് കിടക്കുന്നത്. കോസ് എ പ്ലസ് ബി എന്താണ്? കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി ആണ്. എന്നിട്ട് അതിലോട്ട് ആ എക്സ്പെക്ടേഷൻ കൂടി കൊടുത്തു. 5 ടേംസ് വരുന്നതിലേക്ക് എക്സ്പെക്ടേഷൻ കണ്ടുപിടിച്ചു. അപ്പോൾ കോസ് എ പ്ലസ് ബി കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് കോസ് 5 കണ്ടുപിടിക്കണം. ഈ 5 എങ്ങനെ? അതിന്റെ പ്രത്യേകത എന്താ? റാൻഡം വേരിയബിൾ 5 ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ മൈനസ് പൈ ടു പൈ. നമ്മൾ പഠിച്ചിട്ടുണ്ട് യൂണിഫോംലി ഡിസ്ട്രിബ്യൂഷൻ എ ടു പി എന്ന് പറയുന്ന ഒരു ഇന്റർവെല്ലിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ആണെങ്കിൽ അതിന്റെ PDF എന്ന് പറയുന്നത് എന്താണ്? 1 ബൈ ബി മൈനസ് എ ആണ്. ഇവിടെ അത് മൈനസ് പൈ ടു പൈ ആണ്. അപ്പൊ അതിന്റെ PDF എന്തായിരിക്കും? 1 ബൈ പൈ മൈനസ് മൈനസ് പൈ, ദാറ്റ് ഈസ് പൈ 2 പൈ വരും. പൈ മൈനസ് പൈ വിച്ച് ഈസ് ഈക്വൽ ടു 1 ബൈ 2 പൈ ആണ് ഇതിന്റെ PDF. അപ്പോൾ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓവർ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ് നമുക്കറിയാം. എക്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്താണ്? കോസ് 5. അപ്പോൾ കോസ് 5. എഫ് ഓഫ് എക്സ് എന്താണ്? കോസ് യൂണിഫോം ഡിസ്ട്രിബ്യൂട്ട് ആയ കാരണം അതിന്റെ PDF എന്ന് പറയുന്നത് 1 ബൈ 2 പൈ ആണ്. അതാണ് മൈനസ് പൈ ടു പൈ 1 ബൈ 2 പൈ കോസ് 5 ഡി 5. ഇവിടെ അതുപോലെ എക്സ്പെക്ടേഷൻ ഓഫ് സൈൻ 5 വരുമ്പോൾ ഇന്റഗ്രൽ ഓവർ മൈനസ് പൈ ടു പൈ 1 ബൈ 2 പൈ ഇൻറ്റു സൈൻ 5 ഡി 5. നമുക്കറിയാവുന്ന കാര്യമാണ്, ഒരു കംപ്ലീറ്റ് ഇന്റർവെല്ലിലെ ഒരു സിനുസോയ്ഡൽ സിഗ്നൽസിനെ ഇന്റഗ്രേറ്റ് ചെയ്ത ആ ഇന്റഗ്രലിന്റെ വാല്യൂ 0 ആയിരിക്കും. ഇപ്പൊ മൈനസ് പൈ ടു പൈ എന്ന് പറയുന്ന ഇന്റർവെല്ലില് അതിന്റെ ടോട്ടൽ പീരീഡ് എന്താണ്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്താൽ 2 പൈ ആണ്. 2 പൈ എന്ന് പറയുന്നത് അതിന്റെ ഒരു കോസ് 5 കോസിന്റെയും സൈനിന്റെയും ഒരു കംപ്ലീറ്റ് പീരീഡ് എന്ന് പറയുന്നത് 2 പൈ ആണ്. 2 പൈ കഴിഞ്ഞാൽ വീണ്ടും അതേ സിഗ്നൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അതായത് ഇപ്പൊ സൈൻ 5 ഇവിടെ മുതൽ ഇത് പൈ ആയിരിക്കും, ഇത് 2 പൈ ആയിരിക്കും. അപ്പോൾ 0 ടു പൈ, പൈ ടു 2 പൈ. അപ്പൊ ഇത്രയും ഒരു വേരിയബിളിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഈ അപ്പർ ഹാഫ് ഫുൾ പോസിറ്റീവ് വാല്യൂസും ഇതിന്റെ ലോവർ ഹാഫ് നെഗറ്റീവ് വാല്യൂസ് ആണ്. അപ്പോൾ അത് ആഡ് ചെയ്യും. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഇന്റഗ്രേഷൻ അഡീഷൻ ആണ്. അത് ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ അപ്പർ ഹാഫിന്റെ വാല്യൂസ് നെഗറ്റീവ് വാല്യൂസ് തമ്മിൽ
ക്യാൻസൽ ചെയ്ത് പോകും. അങ്ങനെയാണ് അത് 0 വരുന്നത്. അപ്പോൾ ഈ ഇൻ്റഗ്രേഷൻ്റെ വാല്യൂവും ഈ ഇൻ്റഗ്രേഷൻ്റെ വാല്യൂവും 0 ആണ്. അപ്പോൾ ഇത് 0 ആയാൽ ഈ ടേം 0 ആയി, ഇവിടെയും 0 വന്നു. 0 - 0 അഗെയിൻ 0. എക്സ്പെക്ടേഷൻ ഓഫ് 0 0 തന്നെ. അതായത് എക്സ് ഓഫ് ടിയുടെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ വൈഡ്സൺ സ്റ്റേഷനറിയുടെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. എക്സ്പെക്ടേഷൻ കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കിട്ടി. മീൻ കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടി. ഇനി നമുക്ക് ഓട്ടോ കോറിലേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഓട്ടോ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ R of T1, T2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് T1, എക്സ് ഓഫ് T2. അതായത് A cos ഒമേഗ T1 പ്ലസ് 5 cos ഒമേഗ T2 പ്ലസ് 5 A ഇൻറ്റു A സ്ക്വയർ ആയിട്ട് എഴുതി. ഈ A സ്ക്വയറിനെ എക്സ്പെക്ടേഷനെ പുറത്തോട്ട് കൊണ്ടുവന്നു. കോൺസ്റ്റന്റ് ടേമാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? കോസ് എ പ്ലസ് ബിനെ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി വെച്ച് എക്സ്പാൻഡ് ചെയ്തു. ഇവിടെയും കോസ് എ പ്ലസ് ബി കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി എക്സ്പാൻഡ് ചെയ്തു. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ട് എക്സ്പെക്ടേഷൻ ഇന്നർ എക്സ്പെക്ടേഷൻ കൊടുക്കുകയാണ്. അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്തു? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഈ ടേം കോസ് ഒമേഗ T1 കോസ് 5ഉം കോസ് ഒമേഗ T2 കോസ് 5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോസ് ഒമേഗ T1 ഇൻറ്റു കോസ് ഒമേഗ T2 ഇൻറ്റു കോസ് 5 ഇൻറ്റു കോസ് 5 ദാറ്റ് ഈസ് കോസ് സ്ക്വയർ 5. ഇനി സൈൻ ഒമേഗ T1 സൈൻ 5ഉം സൈൻ ഒമേഗ T2 സൈൻ 5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സൈൻ ഒമേഗ T1 സൈൻ ഒമേഗ T2 സൈൻ സ്ക്വയർ 5. ഈ മൈനസും ചേർന്ന് ഇവിടെ പ്ലസ് ആയി. ഇനി സൈൻ ഒമേഗ T1ഉം കോസ് ഒമേഗ T2 ഈ ടേമും ഇതും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സൈൻ ഒമേഗ T1 കോസ് ഒമേഗ T2 പ്ലസ് ഇവിടെ ഈ ടേമും ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോസ് ഒമേഗ T1 സൈൻ ഒമേഗ T2 രണ്ടിൻ്റെയും കോമൺ ആയിട്ട് എന്ത് വരും? സൈൻ 5 ഇൻറ്റു കോസ് 5 വരും. ഇനി നമ്മൾ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു 5 വെച്ചിട്ട് നമ്മൾ അതിൻ്റെ എക്സ്പെക്ടേഷൻ കാണും. രണ്ട് വേരിയബിൾസ് ഉണ്ടാകുമ്പോൾ ആദ്യം ഒരു വേരിയബിൾ വെച്ചിട്ടുള്ളത് കാണും, അതിൻ്റെ റിസൾട്ട് എടുത്തിട്ട് മറ്റേ വേരിയബിൾ വെച്ചിട്ടുള്ളത് കാണും. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് കോസ് ഈ ടേമിൽ വിത്ത് റെസ്പെക്ട് ടു 5 ആണ് കാണേണ്ടത്. അപ്പോൾ കോസ് ഒമേഗ T1 കോസ് ഒമേഗ T2 അങ്ങനെ വന്നു. ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് കോസ് സ്ക്വയർ 5 എന്താണ്? ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ കോസ് സ്ക്വയർ 5 d5 ആണ്. ഇവിടെ ഒരു 1/2π കിടക്കണം, എഴുതാം 1/2π. അപ്പോൾ ഈ df സൈൻ ഒമേഗ T1 സൈൻ ഒമേഗ T2 സൈൻ സ്ക്വയർ 5നും ഇവിടെ 1/2π. സൈൻ ഒമേഗ T1 പ്ലസ് സൈൻ ഒമേഗ T2 ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ ഇവിടെയും 1/2π വരും. സൈൻ 5 കോസ് 5 d5. ഇനി ഈ ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ എന്താണ്? ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ കോസ് സ്ക്വയർ 5 d5 എന്ന് പറയുന്നത് 1 ആണ്. ഇൻറ്റു 1/2π ഈ മൊത്തം വാല്യൂസ് 1 ആണ്. 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ കോസ് സ്ക്വയർ 5 d5 1 ആണ്. ഇൻ്റഗ്രൽ 1/2π മൈനസ് പൈ ടു പൈ സൈൻ സ്ക്വയർ 5 d5 1 ആണ്. ഈ ഇൻ്റഗ്രൽ 0 ആയിട്ടും പോകും. അപ്പോൾ ഈ ടേം ഉണ്ടാവില്ല, ഇത് 0 ആയി. ഇത് 1 ആണ്, ഇത് 1 ആണ്, ഇതും 1 ആണ്. അപ്പോൾ ഈ രണ്ട് ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതെങ്ങനെയാണ് 1 ആവണേന്നുള്ളത് കോസ് സ്ക്വയർ 5 എടുത്ത് കാണിച്ചു തരാം. സൈൻ സ്ക്വയർ 5 അതേപോലെ തന്നെ വരും. ഇപ്പോൾ കോസ് സ്ക്വയർ 5 എന്ന് പറഞ്ഞാൽ 1/2π ഇൻ്റഗ്രൽ കോസ് സ്ക്വയർ 5 എനിക്ക് 1 പ്ലസ് കോസ് 2 ഡിവൈഡഡ് ബൈ 2 d5 എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു ഈ 1/2 പുറത്തേക്ക് പോയാൽ 1/4π. ദെൻ ഈ ഇൻ്റഗ്രൽ 1നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 5 വരും, കോസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ സൈൻ വരും. ഡിവൈഡഡ് ബൈ 2 വിതിൻ ദ ലിമിറ്റ് മൈനസ് പൈ ടു പൈ. ഇത് ഇപ്പോൾ ഇവിടെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ പൈ മൈനസ് പൈ എന്ന് പറയുമ്പോൾ 2π. ഈ ഇൻ്റഗ്രൽ സൈനിനെ മൈനസ് പൈ ടു പ്ലസ് പൈ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് പൈ, അതായത് സൈൻ 2π 0 ആണ്, കോസ് 2 സൈൻ 2π 0 ആണ്, സൈൻ ഓഫ് മൈനസ് 2πയും 0 ആണ്. ഇത് 0 വരും. ഈ 2π ഡിവൈഡഡ് ബൈ 4π ചെയ്താൽ 5π ക്യാൻസൽ. അതിൻ്റെ ആൻസർ 1/2 ആണ് വരിക. അപ്പോൾ ഈ ഇൻ്റഗ്രേഷൻ്റെ ആൻസർ 1/2 വരും. അതുപോലെ തന്നെയാണ് സൈൻ സ്ക്വയർ 5 ആകുമ്പോൾ 1 പ്ലസ് കോസ് 2π/2 എന്ന് പകരം 1 മൈനസ് കോസ് 2π/2 എന്ന് വരും. അപ്പോൾ എന്ത് വരും? സെയിം തന്നെ ഇൻ്റഗ്രൽ കോസ് മൈനസ് സൈൻ ഇവിടെ വരും. ഈ മൈനസ് സൈൻ ഇവിടെ മൈനസ് ആവും, പക്ഷേ കാര്യമൊന്നുമില്ല. ഈ സൈനിനെ നമ്മൾ വീണ്ടും ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അത് 0 തന്നെ വരും. അപ്പോൾ 5/2 തന്നെ വരും. അപ്പോൾ ഇത് 1/2 തന്നെ ആൻസർ വരും. ഇവിടെ 1/2 എന്ന് വരും. ഇത് 0 ആയിട്ടും വരും. അപ്പോൾ
1/2 ആ 1/2 നമുക്ക് കിട്ടിയതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് എ സ്ക്വയർ എക്സ്പെക്ടേഷൻ ഓഫ് ബാക്കിയുള്ള ടേംസ് അതേപോലെ എഴുതി കോസ് ഒമേഗ T1 പ്ലസ് അല്ല കോസ് ഒമേഗ T1 കോസ് ഒമേഗ T2 പ്ലസ് സൈൻ ഒമേഗ T1 സൈൻ ഒമേഗ T2 ഇത് കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി അത് കോസ് എ മൈനസ് ബി ആണ് ദാറ്റ് ഈസ് കോസ് ഒമേഗ ഇൻറ്റു T1 മൈനസ് T2 ആണ് അതായത് ഈ ഓട്ടോ കോറിലേഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് T1 മൈനസ് T2 ആയിട്ടാണ് കിട്ടിയത് അപ്പോൾ അത് വൈഡ്സൺ സ്റ്റേഷനറി പ്രോസസ്സിന്റെ രണ്ട് പ്രോപ്പർട്ടീസും അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് WSS പ്രോസസ്സാണ് ഓക്കെ ഇനി അടുത്തത് ഇഫ് എക്സ് ഓഫ് ടി ഈക്വൽ ടു പി പ്ലസ് ക്യൂ ടി where p and q are independent random variable with expectation of p equal to p, expectation of q equal to q, variance of p equal to sigma 1 square, variance of q is sigma 2 square, find expectation of x of t, autocorrelation, covariance, is the process is stationary. നോക്കാം അപ്പോൾ കുറേ ഡാറ്റാസ് തന്നിട്ടുണ്ട് എക്സ് ഓഫ് ടി റാൻഡം പ്രോസസ്സ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് പി പ്ലസ് ക്യൂ ടു എന്ന് പറഞ്ഞാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് പിയും ക്യൂവും റാൻഡം വേരിയബിൾസ് ഇൻഡിപെൻഡൻ്റ് ആണ് തന്നിട്ടുണ്ട് പിയുടെ എക്സ്പെക്ടേഷനും ക്യൂയുടെ എക്സ്പെക്ടേഷനും മീൻ തന്നിട്ടുണ്ട് വേരിയൻസും ഓരോ റാൻഡം വേരിയബിളിൻ്റെ തന്നിട്ടുണ്ട് ഇനി ആദ്യം കാണേണ്ടത് ഈ റാൻഡം പ്രോസസ്സിൻ്റെ എക്സ്പെക്ടേഷനാണ് ദാറ്റ് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് പി പ്ലസ് ക്യൂ ടി ആണ് ദാറ്റ് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് പി എന്താണ് സ്മോൾ പി ആണ് എക്സ്പെക്ടേഷൻ ഓഫ് ക്യൂ ആണ് ഈ ടീന് അതേപോലെ പി പ്ലസ് ക്യൂ ടി വന്നു ഇനി ഓട്ടോ കോറിലേഷൻ ആർ ഓഫ് T1 T2 എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് പി പ്ലസ് ക്യൂ T1 ഇൻറ്റു പി പ്ലസ് ക്യൂ T2 ആണ് ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ പി സ്ക്വയർ പ്ലസ് പി ക്യൂ T2 പ്ലസ് പി ക്യൂ T1 പ്ലസ് ക്യൂ സ്ക്വയർ T1 T2 വരും അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് പി സ്ക്വയർ കാണണം എക്സ്പെക്ടേഷൻ ഓരോന്നായിട്ട് കണ്ടുപിടിക്കണം എക്സ്പെക്ടേഷൻ ഓഫ് പി ക്യൂ T2 കാണണം എക്സ്പെക്ടേഷൻ ഓഫ് പി ക്യൂ T1 എക്സ്പെക്ടേഷൻ ഓഫ് ക്യൂ സ്ക്വയർ T1 T2 ഇപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് പി ക്യൂവിൽ പിയും ക്യൂവും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് പി ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് ക്യൂ ആണ് ഇനി എക്സ്പെക്ടേഷൻ ഓഫ് പി സ്ക്വയർ എങ്ങനെ കാണാം എക്സ്പെക്ടേഷൻ ഓഫ് പിയും തന്നിട്ടുണ്ട് വേരിയൻസും തന്നിട്ടുണ്ട് വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് വേരിയൻസ് ഓഫ് പി എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതുക വേരിയൻസ് ഓഫ് പി എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് പി സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് p the whole square ആണ് expectation of p the whole square അപ്പോൾ variance of p sigma 1 square expectation of p square നമുക്ക് അറിയില്ല expectation of p നമുക്ക് തന്നിട്ടുണ്ട് p ആണ് p square അതിൽ നിന്നും expectation of ഈ എക്സ്പ്രഷനിൽ നിന്നും expectation of p square എന്ത് കിട്ടും sigma 1 square plus p square കിട്ടും അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തേണ്ടത് എക്സ്പെക്ടേഷൻ ഓഫ് ക്യൂ സ്ക്വയറും അതുപോലെ തന്നെ വരും സിഗ്മ 2 സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയറിന് വരും അപ്പം എല്ലാ വാല്യൂസും കിട്ടിയത് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ മതി ഇവിടെ പിയും ക്യൂവും ഇൻഡിപെൻഡൻ്റ് ആണ് അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് പി ക്യൂ എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് പി ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് ക്യൂ ആണ് ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ക്യൂ വരും വേരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ കണ്ടുപഠിച്ച പോലെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ അതിൽ നിന്നും എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ വേരിയൻസ് പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് മീനിൻ്റെ സ്ക്വയർ അപ്പോൾ അതിൽ പിയുടെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ സിഗ്മ 1 സ്ക്വയർ പ്ലസ് പി സ്ക്വയർ ആണ് ക്യൂവിന് എക്സ്പെക്ടേഷൻ ഓഫ് ക്യൂ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സിഗ്മ 2 സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ആണ് ഇനി ഓട്ടോ കോറിലേഷൻ്റെ എക്സ്പ്രഷനിൽ നമുക്കിപ്പോൾ കിട്ടിയ ഈ വാല്യൂസ് മുഴുവൻ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ നമുക്ക് എന്ത് കിട്ടും സിഗ്മ 1 സ്ക്വയർ പ്ലസ് പി സ്ക്വയർ പ്ലസ് പി ക്യൂ T1 പ്ലസ് പി ക്യൂ T2 പ്ലസ് സിഗ്മ 2 സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഇൻറ്റു T1 T2 അപ്പോൾ സിഗ്മ 1 സ്ക്വയർ പ്ലസ് പി സ്ക്വയർ പ്ലസ് പി ക്യൂ ഇൻറ്റു T1 പ്ലസ് T2 പ്ലസ് സിഗ്മ 2 സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ T1 T2 വരും ഇനി ഓട്ടോ കോവേരിയൻസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ് ഓട്ടോ കോറിലേഷൻ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് T1 എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് T2 ആണ് അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ് പി പ്ലസ് ക്യൂ ടി ആണ് അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് T1 ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് T2 എന്ന് പറഞ്ഞാൽ പി പ്ലസ് ക്യൂ T1 ഇൻറ്റു പി പ്ലസ് ക്യൂ T2 ഇനി അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ പി സ്ക്വയർ പ്ലസ് പി ക്യൂ T1 പ്ലസ് T2 പ്ലസ് ക്യൂ സ്ക്വയർ T1 T2 വരും അപ്പോൾ ഈ ഓട്ടോ കോറിലേഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ എക്സ്പെക്ടേഷൻ ഈ വാല്യൂ നമുക്ക് കിട്ടി ഇത് രണ്ടും ഈ ഇതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഈ ഇക്വേഷനും ഇതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ എക്സ്പെക്ടേഷൻ ഓഫ് എന്ത് കിട്ടും ഓട്ടോ കോവേരിയൻസിന്റെ എക്സ്പ്രഷൻ കിട്ടും
അപ്പോൾ ഓട്ടോ കോവേരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഓട്ടോ കോറിലേഷൻ്റെ കിട്ടിയ എക്സ്പ്രഷൻ എഴുതി മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് T1 ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് T2 എഴുതി. അപ്പോൾ ഇതിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് സിഗ്മ 1² എന്നുള്ളത് ഉണ്ടാവും. സിഗ്മ ഈ പ്ലസ് പി സ്ക്വയറും മൈനസ് പി സ്ക്വയറും കട്ട്. അവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ. അതുപോലെ പ്ലസ് പി ക്യൂ ഇൻറ്റു T1 T2 മൈനസ് പി ക്യൂ ഇൻറ്റു T1 പ്ലസ് T2 കട്ടായി പോകും. ദെൻ ഇതിൽ സിഗ്മ പ്ലസ് ക്യൂ സ്ക്വയർ T1 T2 മൈനസ് ക്യൂ സ്ക്വയർ T1 T2 കട്ടായി പോകും. ബാക്കിയുള്ളത് എന്തൊക്കെയാണ്? ഈ സിഗ്മ 2 സ്ക്വയർ T1 പ്ലസ് T2 വരും, സിഗ്മ 1 സ്ക്വയറും വരും. അതാണ് ഓട്ടോ കോവേരിയൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് വൈഡ് സെൻസ് സ്റ്റേഷനറി ആണോ എന്ന് ഇനി ചെക്ക് ചെയ്യാൻ പാടുണ്ട്. അതാണ് ലാസ്റ്റ് പോർഷൻ. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്പെക്ടേഷൻ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കണം. ഓട്ടോ കോറിലേഷൻ ടൈം ഡിഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്യണം. ഇതിൽ നമുക്ക് എക്സ്പെക്ടേഷൻ കിട്ടിയത് പി പ്ലസ് ക്യൂ ടി ആണ്. അത് ക്യൂ 0 ആയാൽ മാത്രമാണ് ഈ എക്സ്പെക്ടേഷൻ കോൺസ്റ്റന്റ് ആയിട്ട് മാറുള്ളൂ. ഓട്ടോ കോറിലേഷൻ നമുക്ക് കിട്ടിയത് സിഗ്മ 1² പ്ലസ് പി സ്ക്വയർ പ്ലസ് പി ക്യൂ T1 പ്ലസ് T2 പ്ലസ് സിഗ്മ 2² പ്ലസ് ക്യൂ സ്ക്വയർ T1 T2 ആണ്. ഇത് എപ്പോഴും ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് T1 പ്ലസ് T2നെയാണ്. T1നെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, T2നെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ ഡിഫറൻസിനെ അല്ല. T1 മൈനസ് T2 എന്ന് പറഞ്ഞ ടേം ഇതിലില്ല. അതായത് it does not depend upon auto correlation does not depend upon time difference. Therefore the process x of t is not stationary. രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. എക്സ്പെക്ടേഷൻ കോൺസ്റ്റന്റും ആവണില്ല, ഓട്ടോ കോറിലേഷൻ ടൈം ഡിഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്യണമില്ല. അപ്പോൾ അതുകൊണ്ട് അത് സ്റ്റേഷനറി പ്രോസസ് അല്ല. ഓക്കെ, ഇതോടെ നമ്മൾ കഴിഞ്ഞ പാർട്ട് 1 പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിന്റെ പ്രോബ്ലംസ് ആണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.